നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് നൽകാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഒരു മുട്ട അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞയും വെള്ളയും തിരിച്ചിട്ടില്ല, അത് രണ്ടും കൂടെ എടുത്തിട്ട് മഞ്ഞനും വെള്ളനും നല്ലപോലെ മിക്സ് ആക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ തൈരോ അല്ലെങ്കിൽ പാലോ, ഞാൻ പാലാണ് ചേർക്കുന്നത്. പാലായാലും തൈരായാലും നമ്മുടെ എന്താ പറയുക മുടിയിൽ ഈർപ്പം നിലനിർത്താൻ അടിപൊളിയാണ്. പിന്നെ മുട്ടയുള്ളതുകൊണ്ട് ഡ്രൈയോ ആക്കില്ല കേട്ടോ പാലോ തൈരോ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് മുടിയിലെ നമ്മുടെ സ്കാൽപ്പ് ഉണ്ടല്ലോ, സ്കാൽപ്പിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. ബാക്കി വന്നത് നമ്മൾ ഹെയറിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ പാർട്ടായിട്ട് എടുത്തിട്ട് മുടിയിൽ നല്ല പോലെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ വെച്ചാൽ മതി കേട്ടോ. മുടിക്ക് അടിപൊളിയാണ്. മുടിയുടെ വളർച്ചയ്ക്കായാലും എന്താ പറയുക നമ്മുടെ ഇഴയ്ക്ക് കട്ടിയില്ല എന്നുണ്ടെങ്കിലും അതൊക്കെ വരാനായിട്ട് അടിപൊളിയാണ്. ഞാൻ പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസത്തോണ്ട് വരുന്നല്ല കേട്ടോ. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഒരു മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഒരു 2 വർഷമെങ്കിലും എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ മുടിയാവും. നമ്മൾ ഈ ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും നമ്മൾ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു റിസൾട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പലരും ഈ മുടിയൊക്കെ വളർത്തിയിട്ടുള്ളത് 2 വർഷമൊക്കെ എടുത്തിട്ടാണ്. പിന്നെ 3 മാസം കൂടുമ്പോൾ നമ്മളൊന്ന് തുമ്പ് വെട്ടിക്കൊടുക്കുക കേട്ടോ. എൻ്റെ മുടി ഇപ്പോൾ അത്യാവശ്യത്തിന് ഉള്ളോട് കൂടിയിട്ട് വളരുന്നുണ്ട്. നല്ല പോലെ പ്രസവം കഴിഞ്ഞിട്ട് പോയതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മുടി ഇപ്പോൾ എന്താ പറയുക ഹെൽത്തി ആയിട്ട് വളരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം. എന്താ പറയുക അത്യാവശ്യത്തിന് കുറച്ച് നീളവും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഒന്ന് തുമ്പ് വെട്ടി കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് നീളവും വെക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക കുറേ ബേബി ഹെയർസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെട്ടൊക്കെ കുറേ നല്ല സ്കാൽപ്പൊക്കെ അടിപൊളിയായിട്ട് കാണുമായിരുന്നു. അതൊക്കെ എന്താ പറയുക നല്ല പോലെ കുറഞ്ഞു കേട്ടോ. നമ്മളൊന്ന് കുറച്ച് നേരം മസാജ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ നമുക്ക് കഴിയുന്ന തരത്തിൽ നമ്മളൊന്ന് മസാജ് ചെയ്യുക. ഹെയറിനെ നമ്മൾ ഈരാതെ പരമാവധി ചീർപ്പ് നമുക്ക് യൂസ് ചെയ്യൽ കുറയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ജട കളയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതാണ് മുടിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ ഹെയർ വാഷ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഹെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക വീക്ക്ലി വൺസോ അല്ലെങ്കിൽ നമുക്ക് മാസത്തിൽ 2 തവണയായാലും ചെയ്താൽ മതി കേട്ടോ. നല്ല പ്രോട്ടീനാണ് നമ്മുടെ ഹെയറിന്. അപ്പോൾ ഇതേ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുന്നായിട്ട് ഒന്ന് ഓയിൽ ചെയ്തോളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നല്ലോണം ഡ്രൈ ആണെങ്കിൽ. എൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ അല്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഷാമ്പൂ ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഈ മുടി കാണിച്ചിരുന്നത്. കണ്ടോ എത്രത്തോളം സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്ക്.